ഇടുക്കി അടിമാലിയിൽ റിസർവ് വനം കയ്യേറി വ്യാപകമായ ഏലകൃഷി നടത്തുന്നതായി പരാതി. മച്ചിപ്ലാവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഏരിയയിലെ റിസർവ് വനത്തിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി കൃഷി വ്യാപിപ്പിക്കുന്നതായാണ് പരാതി. ഇതോടെ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ തകരുകയും മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുമെന്നും ആശങ്ക ഉയരുന്നു. മച്ചിപ്ലാവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഏരിയയിലെ റിസർവ് വനത്തിൽ ചെറിയ മരങ്ങൾ വെട്ടിമാറ്റി ഏകദേശം 100 ഏക്കറോളം സ്ഥലത്ത് ഏലകൃഷി ആരംഭിച്ചതായാണ് പരാതി. വനഭൂമി കയ്യേറുന്നത് വന്യജീവികളുടെ സഞ്ചാരപാതയെ ബാധിക്കുന്നതോടൊപ്പം കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുമെന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ഇപ്പൊ ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുവാനുള്ള ഒരു കാരണം റിസർവ് വനത്തിലേക്ക് ഏലകൃഷിക്കായി ഇവർ കയറുകയും ടൺ കണക്കിന് രാസവളവും കീടനാശിനിയും ഉപയോഗിച്ച് കയറുമ്പോൾ വന്യജീവികളുടെ കുടിവെള്ളവും തീറ്റയും എല്ലാം നശിച്ച് ഇവര് വന്യജീവികൾ അതുപോലെ പന്നി പാമ്പെല്ലാം പുറത്തേക്ക് വരുന്ന സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുന്നതിൽ മുഖ്യ കാരണമൊക്കെ ഇത് തന്നെയാണ്. ഇതിന് തടയിട്ടില്ലെങ്കിൽ ഓരോ വർഷവും ഇതുപോലുള്ള മനുഷ്യ വന്യജീവി സംഘർഷം കൂടുവാൻ കാരണവും റിസർവ് വനം നശിച്ചാൽ നമുക്ക് ശുദ്ധവായും വെള്ളവും എല്ലാം അപര്യാപ്തമാകും. അതുകൊണ്ട് ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും കയ്യേറ്റക്കാരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പ് ഇതേ മേഖലയിൽ റിസർവ് വനഭൂമി കയ്യേറി നടത്തിയ കൃഷി റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും കയ്യേറ്റ ശ്രമമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വനത്തിനുള്ളിൽ നിന്ന് ഈറ്റകൾ വെട്ടിമാറ്റുന്നതും കൃഷി വ്യാപിപ്പിക്കുന്നതും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്തി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.